ഹലോ ഗൈസ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുകയാണ് സംസ്ഥാനത്ത്. കാര്യം വേറൊന്നുമല്ല, തൃശ്ശൂരിൽ നടന്ന ഒരു കാര്യമാണ്. ഒരു ഓയിൽ കമ്പനിക്ക് ഒരു വ്യക്തി തീയിട്ടു. തീയിട്ടിട്ടുള്ളത് വേറെ ആരുമല്ല, അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഡ്രൈവർ ആയിരുന്നു. കാര്യം എന്ന് പറയുന്നത്, ആ ഡ്രൈവറെ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിനുള്ള പ്രതികാരം ചെയ്തതാണ്. ഏകദേശം 3.5 കോടിയുടെ നഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യം പോലീസും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വല്ല ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിയതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കാര്യം ചെയ്തിട്ടുള്ളത് പാതിര 3 മണിക്കായിരുന്നു. എന്നാൽ രാവിലെ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും പോലീസിനോട് പറഞ്ഞു, ഞാനാണ് ആ ഒരു കൃത്യം, അതായത് കത്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പോലീസും ഞെട്ടി. കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. കാര്യം അവൻ പറഞ്ഞത്, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരം ചെയ്തതാണെന്നുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? അതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്ന് പറയുന്നത്, അവനോട് അവിടെയുള്ള എണ്ണപാത്രത്തിന്റെ എണ്ണങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞതാണ്. അതിനെ ചൊല്ലി ഡ്രൈവറും ഓണറും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങനെ അത് പ്രശ്നമാവുകയും ഓണർ ഈ വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പ്രതികാരം ചെയ്താണ് അവൻ ആ ഒരു എണ്ണ കമ്പനി മുഴുവനായിട്ട് കത്തിച്ചു കളഞ്ഞത്. എന്നാൽ അതിന്റെ ഓണർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റീസെന്റ് അടുത്ത ആഴ്ച വരുന്ന ആഴ്ച അവനോട് അവിടെ തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ വ്യക്തി അവനോട് അത് ക്ഷമിച്ചു, ആ കാര്യമൊക്കെ വിട്ടിട്ട് അവനോട് തിരിച്ച് ജോലി കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവൻക്ക് ആ അരിശം തീർന്നില്ല. ആ അരിശം അവൻ തീർത്തതാണ്. എന്നാൽ ഇപ്പൊ പോലീസ് പറയുന്നത്, അവന്റെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവൻക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്ന് നോക്കണം എന്നുള്ള കാര്യം. ഇപ്പോൾ ഏത് പ്രതിയെ കിട്ടിക്കഴിഞ്ഞാലും പോലീസിനുള്ള സംശയം അതാണ്. നമ്മൾ മനസ്സിലാക്കണം, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്രൈം ചെയ്താൽ ആ വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് 1-2 വർഷം അല്ലെങ്കിൽ മാസങ്ങളോളം എന്ത് ചെയ്യും, അന്വേഷിച്ച് നടക്കും പ്രതി ഏതാണ്. ഇനി പ്രതിയെ കണ്ടുപിടിച്ചാൽ തന്നെ അവൻ ഒളിവിലായിരിക്കും. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കഷ്ടപ്പെടും. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഒരു പ്രതി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട്, ഞാനാണോ കൊന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനാണ് ആ കൃത്യം ചെയ്തിട്ടുള്ളത്, ആ ക്രൈം ഞാനാണ് ചെയ്തിട്ടുള്ളത് എന്ന് സ്വയം വന്നിട്ട് പറയും. എന്താണല്ലേ, ഒരു ഹീറോയിസം പോലെയാണ്. ഒരു ക്രൈം ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങുന്നു, ഞാനാണ് അത് ചെയ്തത് എന്ന ഒരു കാര്യം. അത് വലിയ എന്തോ കാര്യം ചെയ്ത പോലെയാണ് ഇപ്പോഴത്തെ ആളുകളുടെ മൈൻഡ് എന്ന് പറയുന്നത്. കാരണം ഈ വ്യക്തിയുടെ വയസ്സ് എന്ന് പറയുന്നത് 35-കാരനാണ്. ഈ ഡ്രൈവർ എന്ന് പറയുന്നവൻ, അവനാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. ഇവൻ ഏതോ സെക്കൻഡ് ഷോ മൂവി കണ്ടിട്ട് വന്നിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് ഏത് മൂവി അവൻ കണ്ടതെന്ന് നമുക്കറിയില്ല. അതേതുമാവട്ടെ, ഇപ്പോൾ ആർക്കും ക്രൈം ചെയ്യാൻ പേടിയില്ല. കാര്യം വേറൊന്നുമല്ല, ജയിലിൽ പോയാൽ സമാധാനമായി ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാം എന്നുള്ളൊരു കാര്യം. കാരണം ജയിലിൽ അത്രയും നല്ല ഫെസിലിറ്റീസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് ആവട്ടെ, ലക്ഷറിയസ് ഫുഡാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ജയിലിൽ കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ജയിൽ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ട് നൽകുന്ന ഒരു സ്ഥലമാണ്, പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ അവിടെ ആൾക്കാർ പോകുന്നത് സുഖിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ്. കാരണം സമയം നമുക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ പരോൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകാം. അങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയായതുകൊണ്ട് തന്നെ ജയിലിൽ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം അല്ലാതെ നമുക്കറിയാം, പണ്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഒളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നേരിട്ട് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഞാനാണ് അത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയൊരു കാര്യം ചെയ്തതുപോലെ, രാജ്യത്തിന് വേണ്ടി എന്തോ ധീര കൃത്യം ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന പോലെയാണ് ഓരോ വ്യക്തികളും ഓരോ ക്രൈംസ് ചെയ്തിട്ട് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ്? കീഴടങ്ങുന്നത് ഓക്കെ, ഒരു ക്രൈം ചെയ്താൽ കീഴടങ്ങുന്നത് നല്ലത് തന്നെയാണ്, പോലീസിന്റെ പണി കുറഞ്ഞു കിട്ടും. എന്നിരുന്നാലും ശരി, അത് നല്ലൊരു കാര്യമാണ്. ആ മെന്റാലിറ്റി എങ്ങനെയാണ് ആളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഒരു ക്രൈം ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങാനുള്ള ഒരു മെന്റാലിറ്റി എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്? ഒരു വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ കമ്പനി 3.5 കോടിയുടെ നഷ്ടമാണ് അവിടെ ആക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ മനസ്സ് വരുന്നത്? ജോലി പോയി ഓക്കെ, പക്ഷെങ്കിൽ പോയ ജോലി തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ട് അവനോട് റീജോയിൻ ചെയ്യാൻ വേണ്ടി വരെ ആ ഒരു ഓണർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവൻ എന്തിനാണ് അത് കത്തിച്ചിട്ടുള്ളത്? എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.